ഇന്നൊരു സൺഡേ ആണേ. സൺഡേ നമുക്ക് ഷോപ്പിംഗ് ഡേ ആണല്ലോ. പക്ഷെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ലോകത്തിലെ തന്നെ വലിയ വെയർ ഹൗസുകളിലൊന്നായ കോസ്കോയിലാണ്. നിങ്ങളും വായോ. മനസ്സിലായില്ല. ഇത് ആരാ അമ്മച്ചി? അമ്മച്ചി പറ, ഇത് ആരാ? Take the next right onto Ari Drive, then turn right onto Railer Lane. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് സോമർസെറ്റ് മ്യൂസിലാണ്, ന്യൂജേഴ്സി. ഇതാണ് ആ ഒരു കോംപ്ലക്സ്. നല്ല സ്ഥലമാട്ടോ. കോസ്കോ ഒരു ഹോൾസെയിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്. കോസ്കോ is the world's largest retailer of beef, poultry, organic products, wine ഒക്കെ. അതുപോലെ തന്നെ 3rd largest retailer in the world ആണ്. നോർത്ത് അമേരിക്ക, കാനഡ, മെക്സിക്കോ, ജപ്പാൻ, അങ്ങനെ കുറേ സ്ഥലത്ത് ഇതുണ്ട്. ഇതിൻ്റെ വേൾഡ് വൈഡ് ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടണിലാണേ. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി കാണണമെന്ന്? ഭയങ്കര വലുതാണ്. ഞാൻ ഇവിടെ വന്ന് ഒരു 4-5 വട്ടം ഇപ്പോൾ തന്നെ ഓൾറെഡി പോയി കോസ്കോയിൽ. പക്ഷെ ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട്. എത്ര വട്ടം പോയിട്ടും ഇത് ഞാൻ കണ്ടു തീരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി മുഴുവൻ കാണിച്ചു തരണമെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ. ഈ വ്ലോഗ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ അധികം കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളും എന്തെല്ലാം വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി ഇരിക്കണ കണ്ടാ ചിരിച്ചോണ്ട്. ഫ്രണ്ട്സ് ലാസ്റ്റ് നെയിം ചോദിച്ചപ്പോൾ മണ്ണടി എന്ന് അടിച്ചു കൊടുത്ത് മാതൃകയായി മിസ്റ്റർ കാര്യ. ലാസ്റ്റ് നെയിം മണ്ണടി. I also need you to smile like that. There you go. Perfect. That's it. എന്തോ ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് കാർഡ് എടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ ബൾക്കായിട്ടും ഓഫറിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ നമുക്കിങ്ങനെ ഒരു കവറിൽ അവർ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ കയ്യിലിരിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ എൻട്രൻസ് ഇങ്ങനെ കയറിയപ്പം ഞാൻ കണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസും ഹാലോവിൻ്റെ ഒക്കെ സീസൺ ഇങ്ങനെ വരുന്നുണ്ട്. അത് റിലേറ്റഡ് കുറേ കുഷൻസും ക്യൂട്ട് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. അത് ഭയങ്കര ചീപ്പാണ്. ഇവിടെ $1, $2 ഒക്കെ ഫുഡ് കിട്ടും. ആക്ച്വലി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റുള്ള ഫുഡ്സ് ഒന്നും അല്ല അവൈലബിൾ. പക്ഷേ അത്യാവശ്യം നല്ല ബർഗേഴ്സും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ കുറേ മൾട്ടി വൈറ്റമിൻസ് ടാബ്ലറ്റ്സ്, കുറേ ജാക്കറ്റ്സ്, ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഈ ഒരു ജാക്കറ്റ് നേരത്തെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുമ്പം അത്യാവശ്യം നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് ഇവിടെ കമ്പയർ ചെയ്താൽ എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വെറ്റ് ഷർട്ട്സും അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു ടവൽസ്, കുഷ്യൻസ് എല്ലാം ഭയങ്കര സൂപ്പർ സോഫ്റ്റാണ്. അതിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഭയങ്കര ഒബ്സസ്ഡ് ആയിപ്പോയി അതിനകത്തോട്ടൊക്കെ. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഓടിച്ച് കാണിക്കുകയാണ്. എല്ലാം ഹോൾസെയിലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. ഓരോ എവ്രിതിങ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയാം. അങ്ങനെ ഞാനിങ്ങനെ ഓടി നടന്ന ഓരോ സ്ഥലം. നമുക്കിതിപ്പോൾ 2 വെച്ചിട്ടാട്ടോ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഓരോന്നിൻ്റെയും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നൈറ്റ് ഡ്രസ്സ് പോലത്തെ. പക്ഷേ ഈ ഒരു ക്ലോത്തിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. പോളറോയിഡ്, നമ്മുടെ ഇൻസ്റ്റാക്സ് അതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഇത് വരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഓരോ ഗെയിംസിൻ്റെയും എല്ലാം മെമ്പർഷിപ്പ് കാർഡൊക്കെയാണ്. ഡോങ്കി കോങ് ബനാൻസ എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നിൻ്റെ റേറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, ലാപ്ടോപ്സ്, സ്പീക്കേഴ്സ്, TV, അതിൻ്റെയൊക്കെ ഏരിയ ആണ് ഇതെല്ലാം. ഓരോരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷനിങ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ്. US തന്നെ മിക്ക സ്റ്റേറ്റുകളിലും, അതുപോലെ വേറെ അതർ കൺട്രീസ്, ജപ്പാൻ, ചൈന, എല്ലായിടത്തും കൊറിയ ഒക്കെ ഉള്ളതാണ്. അപ്പം ഓരോരുത്തടത്തും ഓരോ രീതിയിലായിരിക്കും കോസ്കോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് കോസ്കോയുടെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് തന്നെയാണ് സ്പെഷ്യാലിറ്റി. അതിപ്പോൾ നമുക്ക് ഏത് കോസ്കോയിൽ പോലും, ഇപ്പോൾ തന്നെ ഞങ്ങളിത് 3-ാമത്തെയോ 4-ാമത്തെയോ കോസ്കോ ആണ് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്.
കുറേ ഉണ്ട്, കുറേ കോസ്കോ എന്ന് പറഞ്ഞത് ഭയങ്കര ഫേമസ് ആണ്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഒരു ഇതായിരിക്കും. ഞാനിങ്ങനെ തമാശയ്ക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമുക്കൊരു കോസ്കോ തുടങ്ങിയാലോ നാട്ടിൽ നിന്നൊക്കെ. കാരണം അത്രയും ഒബ്സസ്ഡ് ആയി പോകും നമ്മളിവിടെ വരുമ്പോൾ. പല തരത്തിലുള്ള സാധനങ്ങൾ എന്ത് കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. ഇതിപ്പോൾ ക്രിസ്മസ് ടൈം ആവുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ, നിറയെ ക്രിസ്മസ് ട്രീകൾ, അതിൻ്റെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഞാനിങ്ങനെ ഇതിലൊക്കെ കണ്ടിട്ടും തൊട്ടൊക്കെ നോക്കിയിട്ടിങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പം നമ്മുടെ നാട്ടിലേന്ന് അപേക്ഷിച്ച് ഓരോ സാധനങ്ങളും സൂപ്പർ ക്വാളിറ്റി. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓഫേഴ്സിലും അതുപോലെ വിലക്കുറവിലാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് ഇത് കിട്ടുന്നത്. ഇത് നട്ട്സിൻ്റെയൊക്കെ സെഷനാണ് കേട്ടോ. ഓരോരോ ചോക്ലേറ്റ്സ്, ഇതുപോലെ ടോഫീസ്, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ന്യൂട്രീഷ്യസ് ബാർസ്, പ്രോട്ടീൻ ബാർസ്, ചോക്ലേറ്റ്സിൻ്റെ ഫുൾ ഇതാണ്. M&Mൻ്റെ ചോക്ലേറ്റുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തർ ഗൾഫിൽ നിന്നും പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കാണുന്നതല്ലേ. ആൽമണ്ട്സിൻ്റെയൊക്കെ ചോക്ലേറ്റ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിങ്ങനെ ഹായ് ഇതൊക്കെ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. പക്ഷെ ഇതെല്ലാം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയാലും നമുക്കിതെല്ലാം വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ലല്ലോ. ഇതെല്ലാം കൂടി കഴിച്ച് ഷുഗർ പിടിച്ച് മരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു. ഭൂരിപക്ഷം ഐറ്റംസും നമുക്കറിയാത്തതും നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ളതിനെ കണ്ണുടക്കുമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഫെറോറോ റോസ്റ്ററൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടോയ്സാണ്. ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ നിവർത്തിയില്ല. നല്ല രസം. എനിക്ക് ഇതുപോലത്തെ സോഫ്റ്റ് ഇതായിരുന്നു, പക്ഷെ ഇതൊന്നും നമുക്ക് വാങ്ങിക്കാനുള്ള നിവർത്തിയില്ല. കുഞ്ഞി പിള്ളേർ കരയണ പോലെ അയ്യോ എനിക്കിതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഞാൻ എല്ലാവരുടെയും പോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അത് റെഡി ടു ഈറ്റ് സോൾട്ട് ബേക്ക് ചെയ്തിട്ടുള്ള കാടമുട്ട. വാവ്, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു. ഇത് ബീഫിൻ്റെ ഇതാണ്, ഗ്രാസ് ഫെഡ് ബീഫ് സ്റ്റിക്സ്, കൊറിയൻ ബാർബിക്യൂ സ്റ്റീക്ക് സ്ട്രിപ്സ്. നിലാവത്തയച്ചിട്ട് കോഴിയുടെ കൂടെ കിടക്കുന്നുണ്ടല്ലോ. എനിക്ക് ആക്ച്വലി ഇവിടെ വന്ന് കഴിക്കുന്ന സാധനങ്ങളോടല്ല കൂടുതൽ ക്രേസ് തോന്നുന്നത്, മുഴുവൻ ഈ സോഫ്റ്റ് ടോയ്സ്, അതുപോലെ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങൾ, കുഷൻസ്, ഭയങ്കര ഭയങ്കര സൂപ്പർ ക്വാളിറ്റിയുള്ള ആ ഒരു ക്ലോത്ത്സൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒബ്സഷൻ. അല്ലാതെ ഇങ്ങനെ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും ഫീൽ ചെയ്യണില്ല. എനിക്ക് മുഴുവനും ആ ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസിനോടാണ് ക്രേസ് എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പം ബൾക്കായിട്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇതെല്ലാം കാണുമ്പം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു നോർമൽ കൗതുകം തോന്നുന്നുണ്ടെന്നല്ലാണ്ട് ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലതും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുമില്ല, കാണുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുഞ്ഞി പിള്ളേരുടെ പോലെ ഒരു ഫുൾ ഒരു വണ്ടറടിച്ച് കൗതുകത്തോടെയാണ് കേട്ടോ നടക്കുന്നത്. ഇത് ആക്ച്വലി ഒരു യൂണിസെക്സ് ക്വിൽറ്റഡ് ബെൽറ്റ് ബാഗാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം റേറ്റ് കുറവാണ്. പിന്നെ കുറേ പ്രോട്ടീൻ പൗഡേഴ്സ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മിസ്റ്റർ ആനന്ദ് വിക്കാരിയായിട്ടിനെ ഓർമ്മ വന്നു. കാരണം പ്രോട്ടീൻ ബാർസ്, പ്രോട്ടീൻ പൗഡേഴ്സിൻ്റെയൊക്കെ ഒരു പ്രോട്ടീൻ്റെയൊക്കെ ഒരു വലിയ കമനീയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ എന്തായാലും ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല 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 ഐറ്റംസ് ഇതാണ്ടേ പുള്ളിക്കാരി കൊണ്ടുവന്ന് കണ്ടില്ലേ, കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ലൈക്ക് ഫോർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ. ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പം ഓരോ സീസണിലും അവർ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ടവൽസും ഡെക്കറേഷൻസും ടോയ്സും എല്ലാം. വാങ്ങിച്ചെന്തേലും ചുമ്മാ നടക്കുക എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വന്നത്. നമ്മള് മറ്റേ എന്തോ എന്താ വിട്ടുക്കുന്ന ഓർഗാനിക് ഹണി
എല്ലാ കോസ്റ്റ്യൂം ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നന്ദി ഉണ്ടാക്കാം. പംകിൻ. പക്ഷെ ഇവിടെ മറ്റിടത്തിനെക്കാട്ടി നല്ല ജാക്കറ്റ്സും, നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഒരു ബാഗ് ഇങ്ങനെ യൂണിസെക്സ്, അത് ഇവിടെ ഉണ്ട് അതിനെക്കാട്ടി വില കുറവില്. നമ്മൾ കണ്ട എന്തോ $50 ഇത് നൈക്കിന്റെ, അതുകൊണ്ട് വേറെ സാധനം ഇരിക്കുന്നു. ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പാടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോന്നും ഓരോ സെഷനിലായിട്ട് ഇങ്ങനെ പക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 2-3 വട്ടം വന്നു കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി കാണാപ്പാടം പിടിച്ചിട്ട് തേൻ വേണമെന്നുണ്ടെങ്കിൽ തേനിൻ്റെ അടുത്തേക്ക് വരാനും കേക്ക്സ് വേണമെങ്കിൽ അങ്ങോട്ട് വരാനും എല്ലാം അങ്ങനെ നമുക്ക് വരാനുള്ളൊരു ഇത് വരും. അപ്പോൾ പിക്ചർ മെമ്മറി കൂടുതലുള്ളവർക്ക് അടിപൊളിയാണ്. എനിക്ക് ആക്ച്വലി കുറച്ച് നല്ല പിക്ചർ മെമ്മറി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുമ്പോഴേ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഷ്രിംസ്, അതായത് നമ്മുടെ പ്രോൺസ്, ചിക്കൻ്റെ ലെഗ്സ് എല്ലാം ഫ്രോസൺ ഐറ്റംസും വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. വിലയൊക്കെ കണ്ടില്ലേ, $44 എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ പറ്റുന്നത്. അതിനകത്ത് കുറേയധികം പീസസ് എല്ലാം ഉണ്ടാവും. നമുക്ക് വലിയൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ ബീഫിൻ്റെ റോൾസ് ഒക്കെയാണ്, ബർഗർ പാറ്റീസ് അങ്ങനെ എല്ലാം ഉണ്ട്. ബ്രെഡ് ഐറ്റംസ് ഉണ്ടാവും, ടർക്കി അങ്ങനെ എല്ലാം. ഇവിടെ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടും ഓൾമോസ്റ്റ്. ഇത് ഡോഗിൻ്റെ ആണ് കേട്ടോ. പട്ടിക്കുള്ള സാധനങ്ങൾ, നല്ല പാക്കിംഗ് ഒക്കെ. ഡോഗ് ടോയ്സ് ആണിത്, പട്ടിക്ക് കളിക്കാനുള്ള ടോയ്സ്. $15 sticks. യോഗട്ട് എടുക്കാം. ഞാൻ ആക്ച്വലി ഇത് വ്ളോഗ് എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിനും കൂടിയാണല്ലോ വന്നത്, അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൂടെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെ ഓരോ സെഷനിൽ പോകുമ്പം അതാത് സാധനങ്ങൾ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു സ്മൂത്തി ബ്ലെൻഡ് ചെയ്യുന്ന നമ്മളുടെ ഒരു ഫ്രോസൺ ആയിട്ടുള്ളൊരു സാധനം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഞാൻ നോർമലി ഫ്രൂട്ട്സ് ഇട്ടിട്ട് യോഗട്ടും വെച്ചിട്ട് നോർമലി സ്മൂത്തി അടിക്കാറാണ് പതിവ്. പക്ഷേ ഫ്രോസൺ ഇത് നല്ലതാണെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കുമ്പോഴോ അയ്യോ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും വേണ്ട. ഞാനും അവനും അതെ, ഞങ്ങളിങ്ങനെ കുറച്ച് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതായത് ബൾക്കായിട്ട് വാങ്ങിച്ച് നശിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡ് ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ അയ്യോ ഇത്രയും വേണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ എന്നാലും അത്യാവശ്യം കുറേ നാൾ നിൽക്കുന്ന ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വരില്ല. അത് തന്നെയാണ് നമുക്ക് ലാഭവും. ആക്ച്വലി ഐ ലവ് കോസ്കോ വെരി മച്ച്. ഇത് ഫുള്ള് ടർക്കി പാറ്റീസിൻ്റെയും അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. സോസ്, ചോക്ലേറ്റ്സിൻ്റെ സാധനങ്ങൾ അങ്ങനെ എല്ലാം. ഇത് കണ്ട് തീരില്ല. ഇപ്പം ഇത് കണ്ടോ, ഉഴുന്നാണ്, ഉറാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉഴുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് ഇന്ത്യൻ യോഗട്ട് പോലെ ദഹിയാണ്, അതാവുമ്പോൾ നമുക്ക് പുളിശ്ശേരിയൊക്കെ വെക്കാൻ പറ്റും. അതാണ് ഞാൻ പറയണം. പുളിശ്ശേരിക്കൊക്കെ ഏത് കൊക്കക്കോളയോ? എന്തിന് പിന്നെ എവിടുത്തെ സ്പ്രൈറ്റ് ഒക്കെ കാണിച്ചിട്ട് വരാം. ഇത് കണ്ടില്ലേ ഗായ്സ്, ഏറ്റവും വിലക്കുറവ് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ സാധനങ്ങൾ. ഇതെല്ലാം കൂടെ പാക്കേജ്, പെപ്സി ഇങ്ങനെ വക സാധനങ്ങളൊക്കെ. ഇവിടെ ഗ്രാസ് ഫെഡ് ബട്ടർ. ആക്ച്വലി ഐ നീഡ് ബട്ടർ. ബട്ടർ എടുത്താലോ? ഇത് കോഫി ക്രീമറൊക്കെയാണ് കേട്ടോ. പിന്നെ ഓർഗാനിക് ബട്ടേഴ്സ് ഉണ്ട്, ഒലീവ് സോൾട്ടഡ് ഒക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബട്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു പാക്കറ്റ് ഓഫ് ബട്ടർ എടുത്തു. നമ്മൾ കോംബുച്ച കണ്ടു, ഞാനിത് നാട്ടിലുള്ളപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹാൻഡ് പുൾസ് റോട്ട് സിറ ചിക്കൻ ബ്രസ്റ്റ് മീറ്റ്. എനിക്ക് ഒരു മസാല ഇട്ട് തന്നെ വെച്ചിരിക്കുന്നതാ. ചീസ് പിസ്സ.
ചിക്കൻ പോട്ട് പൈ, റോട്ട്സി, ചിക്കൻ ബ്രസ്റ്റ്, ഷെപ്പേർഡ്സ് പൈ, സ്റ്റഫ്ഡ് സാൽമൺ. പിന്നെ I think we have to cook the shrimp salad. നമ്മൾ പറയുന്നത് ഇതിനകത്ത് നാരങ്ങ ഇട്ടാൽ വിരുദ്ധാഹാരമാണ്, കോക്ടെയിൽ സോസും ലെമണും. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. കണ്ടില്ലേ? ഇതിനകത്തൊന്നും കയറി പിടിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഞണ്ട്, ഓയിസ്റ്റർ, ലോബ്സ്റ്റർ, മീൻ വേണമെന്ന് പറഞ്ഞില്ലേ? കൊഞ്ച്, മീന്. ഇതേതാ? ഫ്രഷ് ഹോൾ ബ്രാൻസിനോ? ഇതൊന്നും വേണ്ട, കണ്ടിട്ടില്ല. തിലാപ്പിയ തിലാപ്പിയ ഒന്നുമല്ല ഇത്. ആണ്. ഇത് തിലാപ്പിയ, പക്ഷെ നമ്മൾ തിലാപ്പിയ ഇത് കൊള്ളാം. ഫ്രഷ് സ്റ്റീൽ ഹെഡ് ഫില്ലറ്റ്. എന്ത് രസം കാണാൻ, എന്തൊരു വൃത്തിന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് വാങ്ങിക്കണം. നമുക്ക് ഇത് കൊള്ളാം. ട്യൂണ ഇത് ചൂരയാ. ട്യൂണ, ഇത് ചൂരയാ. ഇതെടുക്കാനോ? ഇതെടുക്കാം. അതുകൊണ്ട് ഇത് മറ്റേ ചൂര, ഇത് വെള്ളച്ചൂണ. വെള്ളച്ചൂര മതി. നമുക്കിത് ഇത് അല്ല, ഇത് എന്താ ഫ്രഷ് വൈൽഡ് സ്ലോഡർ ഫിഷ്. 50 രൂപ. ഇത് വേറെ കേട്ടോ, ഇത് 33. ഇത് ട്യൂണയാ, അത് വേറെ സാധനമാണ്. ഇത് ഹെയിൽബട്ട് ഫില്ലറ്റ്, ഇത് തിലാപ്പിയ ഫില്ലറ്റ്. ഇത് നല്ലതായിരിക്കും. സാൽമണ്ട്, ഇതിനിങ്ങനെ ക്രീമി സാൽമൺ പോലെ. നമുക്ക് ഫ്രഷ് ക്രീം വാങ്ങി. ഇത് സാൽമൺ. ഇതിന്റെ റേറ്റ് ഉണ്ടല്ലോ. നമുക്ക് ബീഫ് നോക്ക്. ഇതെന്താ? ഇത് ലാമ്പാ. ഇതെല്ലാം ലാമ്പാ. ഇത് ലാമ്പാണോ? ഇത് ലാമ്പ് എല്ലാം ലാമ്പാ. വേണോ ലാമ്പ്? തിന്നോ? സഹിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് ബീഫാണ് ഇത്. പക്ഷെ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് എനിക്കെന്തോ. ഇതെല്ലാം കണ്ട് ചിന്തിച്ച് ഞാൻ ലാസ്റ്റ് ട്യൂണ, നമ്മുടെ ചൂരയാണ് കേട്ടോ എടുത്ത. ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ഫിഷ് വാങ്ങിക്കുന്നത്, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ നമ്മൾ അതാണ് കേട്ടോ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ക്രോസൻറ്റ്, ഫ്രൂട്ട്സും എല്ലാത്തിൻ്റെയും കൂടി ഒരു സെഷൻ ഉണ്ട്. അവിടെ നിന്ന് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത്, ഫ്രൂട്ട്സിനൊരു സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട്, ചില്ലൊരു ഏരിയ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ബെറീസ് ഒക്കെ എടുക്കും. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റിയൽ ബെറീസ് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് എല്ലാം പൊളിയാണ്. എനിക്ക് ഈ ഒരു രാജ്യത്ത് വന്നിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. ബിക്കോസ് ദ ബെസ്റ്റസ്റ്റ് എവർ. ആപ്പിൾസ് ആയാലും മുസംബി, ഓറഞ്ച് ആയാലും എവ്രിതിങ് കിട്ടിലോസ്കിയാണ്. ഈവൻ ഗ്രേപ്സും എല്ലാം നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം. ഇറ്റ് വിൽ ബി ഫ്രഷ്. ആ ഒരു ഫീലാണ് ഇവിടെ. അതുപോലെ റാസ്ബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി അങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഫ്രഷായിട്ട് നന്നായിട്ട്. നമ്മൾ നോർമലി ഇപ്പം നമുക്ക് നാട്ടിൽ ഫ്രൂട്ട് ബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്കോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാമെന്നല്ലാണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ ഇത് ഏറ്റവും തണുത്ത ചില്ല് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് റാസ്ബെറി ഞാൻ എടുത്തു. ആൻഡ് ദെൻ ബ്ലൂബെറി ഞാൻ എടുത്തു. ബ്ലാക്ക്ബെറി, അങ്ങനെ തൊട്ട് ബ്ലാക്ക്ബെറി എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസാണ് ഈ ഫ്രൂട്ട്സ് കാണുമ്പം. എനിക്ക് ഈ പലഹാരം എന്ന് പറഞ്ഞ പരിപാടിയോട് അത്ര വലിയ താല്പര്യമില്ല. ഇതാണ് കേട്ടോ ബ്ലാക്ക്ബെറി. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സാണ് കൂടുതലും ചൂസ് ചെയ്യാറ്. ഓരോ വട്ടം വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഡിഫറെൻറ്റ് ഐറ്റംസ് വന്ന് വാങ്ങിച്ചിട്ട് പോവാം എന്നുള്ളത്. ഒന്നും പറയാനില്ല, കിടിലനാണ്. എനിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ പോകുമ്പം പുളിയുള്ള ഓറഞ്ചും ചീഞ്ഞ മുന്തിരിയൊക്കെ കഴിക്കണമെന്ന് ആലോചിക്കുമ്പം ഒരു സങ്കടമുണ്ട്. എന്നാലും കിട്ടുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് ഒന്നും നോക്കിയില്ല. ഫ്രൂട്ട്സിൻ്റെ സെഷനിൽ കയറുമ്പോഴാണ് ഞാൻ ഇതാവുന്നത്. പിന്നെ ഇതൊക്കെ സ്വീറ്റ്സ് ഏരിയ ആണ് കേട്ടോ. സ്വീറ്റ്സ്, പേസ്ട്രീസ്, കുക്കീസ്, കേക്ക്സും മഫിൻസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതൊന്നും കാണുമ്പോൾ എനിക്കങ്ങനെ ക്രേസ് വരാറില്ല, അത് വാങ്ങിക്കണം കഴിക്കണം തോന്നാറില്ല. ഒന്നാമത് നമ്മൾ ഹെൽത്ത് നോക്കുന്നതാണ്. പിന്നെ ഞാൻ ഭയങ്കര സ്വീറ്റ് പേഴ്സൺ അല്ല. എനിക്ക് ഫ്രൂട്ട്സിൻ്റെ നാച്ചുറൽ ഷുഗറാണ് ഇഷ്ടം. ഇത് കേക്കാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഹോൾസെയിൽ ഒരു ബിഗസ്റ്റ് വെയർ ഹൗസിൽ
ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇതൊക്കെ ഡോണറ്റിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ലോഫുകളുണ്ട്, ഇഷ്ടം പോലെ ബ്രെഡ്സ്, ലോഫ് എല്ലാം ഉണ്ട്. പിന്നെ വന്നപ്പോഴാണ് ഞാൻ ഡേറ്റ്സ് കണ്ടത്. ഞാൻ ഡേറ്റ്സ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഡേറ്റ്സിൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ പിന്നെ ഒരു ഡേറ്റ്സും കൂടി എടുത്തു. ഞാൻ ഇതല്ല, മറ്റേ അജ്വാൻ ഡേറ്റ്സിൻ്റെത് എടുത്തു. അങ്ങനെ ദാ എന്നെ തപ്പി മിസ്റ്റർക്കാരായിട്ട് ഇങ്ങനെ അവിടെ നടപ്പുണ്ട് എവിടെയാണെന്ന്. ആക്ച്വലി ഈ നമ്മുടെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്ളോഗിങ് കുറച്ച് പാടാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ഈ ഒരു ക്രോസൻറ്റ് ലോഫ് എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി സൂപ്പറാണ്. നോർമൽ ക്രോസൻറ്റ് കഴിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലോഫ് വിൽ ബി ലൈക്ക് ബ്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടാൽ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും, പക്ഷേ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണിത്. ഇത് ബട്ടറിനകത്ത് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ യമ്മിയാണ്. പിന്നെയും കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഈ ചോക്കോലാവ കേക്ക് പോലത്തതും മഫിൻസൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ത്വര വരും. ഇതാണ് ക്രോസൻറ്റ്. ഇതിൻ്റെ ലോഫാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെയും ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് ജാലോപിന ചിടാൽ ലോഫാണ്, പെപ്പറൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതും വാങ്ങിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, പക്ഷെ ഞാൻ അതങ്ങനെ കൂടുതൽ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഡബിൾ മൈൻഡായി. ഇത് പിന്നെ വേറെ ഒരു ഏരിയ ആണ്, ചോക്ലേറ്റ്സും എന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ നമുക്ക് നോർമൽ ബാറ്റേഴ്സ് കിട്ടും, ദോശ ബാറ്റർ കിട്ടും, അസോർട്ടഡ് സ്വീറ്റ്സ്, പനീറൊക്കെ കിട്ടും. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ബാറ്ററും പനീറും ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈല്, പക്ഷെ അതുമുണ്ട്. ഇത് സ്മോക്ഡ് ആയിട്ടുള്ള റിബ്സ് ഒക്കെയാണ് കേട്ടോ. ചിക്കൻ സോസേജ് നമ്മൾ മുന്നേ കണ്ടതൊക്കെ വേറെയാണ്. നമുക്ക് അത് തന്നെ ഒരിതാണ്. പിന്നെ ഇതാണ് തിരാമിസു എന്ന് പറഞ്ഞ സാധനം. എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാനും ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫേവറേറ്റ് മിഠായി എടുത്തോ, നമുക്കല്ലേ കഴിക്കാം. നീ ആള് കൊള്ളാവല്ലോ. പിന്നെ കണ്ടത് ആക്ച്വലി മൗസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് മാക്രോൺസ് ഒക്കെയാണ്. പിന്നെ പിക്കിൾസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിക്കിൾസും പെട്ടെന്ന് എൻ്റെ കണ്ണിലിങ്ങനെ ഉടക്കിയപ്പോൾ ഞാൻ തിരിച്ചു വന്നു ഇങ്ങനെ നോക്കിയപ്പം ഗ്രില്ലോസ് പിക്കിൾസ് എന്നും പറഞ്ഞിട്ട് കുക്കുമ്പറാണ് ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ കുറേ അധികം ചോക്ലേറ്റ്സിൻ്റെ വേറൊരു കമനീയ ശേഖരമാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ളൊരു സാധനങ്ങൾ, ഫ്രൂട്ടിൻ്റെ സ്നാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ടു ഇറ്റാലിയൻ സോസേജ്, ഇറ്റാലിയൻ കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ആക്ച്വലി എവ്രിതിങ് നമുക്ക് കിട്ടും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നതായത് കൊണ്ട് തന്നെ ഇറ്റാലിയൻ, കൊറിയൻ എല്ലാം കിട്ടും. സ്പാനിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ രാജ്യങ്ങളിലും കോസ്കോ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ. പക്ഷേ നമ്മൾ പറയുന്ന തൊട്ട് എവിടെ ചെന്നാലും ഇന്ത്യൻസ് ഉണ്ട്, എവിടെ ചെന്നാലും മലയാളികളുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ പുറം രാജ്യങ്ങളിലെ കോസ്കോയിലും നമ്മളുടെ മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാരുടെ സാധനങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ കണ്ടിട്ടും തീരുന്നില്ലല്ലോ എന്ന്. ഈ വ്ളോഗ് ആക്ച്വലി ഭയങ്കര വലിയ വ്ളോഗായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും, പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും നടന്ന് കാണുമായിരുന്നു. നമ്മളിങ്ങനെ പോയി വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഫുഡിന് കൂടെ കഴിക്കുന്നത് നമ്മുടെ ഡിപ്സിൻ്റെ ഒരു സ്ഥലമാണ്. കുറേ ചിക്കൻ ടോട്ടില സൂപ്പുണ്ട്. ഇതൊരു വെറൈറ്റി സാധനമാണ്, അവോക്കാഡോ മാഷ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാനിങ്ങനെ ഡബിൾ മൈൻഡായി, ഇത് വാങ്ങിക്കണോ വേണ്ടോയെന്ന്. പക്ഷേ അവോക്കാഡോ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം വാങ്ങിക്കണ്ടെന്ന് വെച്ച് അത് തിരിച്ചു വെച്ചു. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഇത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. എടുത്തെടുത്ത് തന്നെ വെക്കാൻ പറ്റാതെ കൊണ്ട് വേറൊരു സ്ഥലത്ത് ഞാനത് കുത്തിക്കയറ്റി. പിന്നെ കുറേ എല്ലാം ഇങ്ങനത്തെ ഡിപ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം. പിന്നെ ഇത് കിംചി സ്ലൈസ്ഡ് ഒരു ക്യാബേജിൻ്റെ ഒരു കിംചി ഉണ്ട്. അതും ഭയങ്കര വെറൈറ്റി ഒരു സാധനമാണ്. ആൾക്കാരൊക്കെ 1ഉം 2ഉം വീതമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഹമ്മസ് ഉണ്ടായിരുന്നു. ഹമ്മസ് ഒരു വട്ടം ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് ദിവസം എനിക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ മയണൈസൊക്കെ അടിച്ച് കയറ്റുന്ന ഒരു ഫീല് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വേസ്റ്റായി. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ബേസിൽ ജോസഫ് ഇരിപ്പുണ്ട് ഇവിടെ. അങ്ങനെ കുറേ ഐറ്റംസ് കണ്ടു. അപ്പം ഞാനിങ്ങനെ മിസ്റ്റർക്കാരോട് ചോദിച്ചു നമ്മളിത് വാങ്ങിക്കണമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം, അവോക്കാഡോ മാഷിൻ്റെ അത് നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അതിനുശേഷം ഇപ്പം ഞാൻ ഈ വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഡിഷ് വാഷർ, ഡിറ്റർജൻറ്റ്സ്,
സർഫ് എക്സൽ എന്നൊക്കെ പറയുന്ന സംഭവമില്ല, അതൊക്കെയാണ്. ഇത് മിൽക്കിൻ്റെ സ്റ്റോറേജ് ആണ് കേട്ടോ. അവിടെയും ഭയങ്കര ചില്ലാണ്. മിൽക്കും എഗ്സും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സെപ്പറേറ്റ് സ്ഥലത്താണ്. ഞാൻ അവിടെ കയറിയില്ല. ഇതെല്ലാം ഇനി നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ടൈം, നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് വേഗം തിരിച്ചു പോകാമെന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങളെങ്ങനെ ഞാൻ കാണിക്കാതെ വിടും. എന്തായാലും ഇനി ഒരു നെക്സ്റ്റ് ടൈം വന്ന് ഞാൻ ഇതിൻ്റെ വ്ളോഗ് എടുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതും കൂടെയൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൻ്റെ ലാസ്റ്റ് സെഷനാണ് കേട്ടോ. അവിടെ ആക്ച്വലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെയും ഞാൻ ഫെറോ റോഷറൊക്കെ കണ്ടു ഇരിക്കുന്നത്. പിന്നെയും കുറേ ചോക്ലേറ്റ്സിൻ്റെ സെഷനൊക്കെ കണ്ടു. അപ്പം ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റക്കാവും. ഗോഡിവ ഇതൊക്കെ നമ്മൾ പണ്ട് കാണുന്നതും ഓരോരുത്തരും നമുക്ക് വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെയാണല്ലോ. ഊബർ ഈറ്റ്സിൻ്റെ ഒക്കെ മെമ്പർഷിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബുക്സ്. അത് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ നടന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്ഥലം കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥലം മിസ്സായി പോയേനെ. ഇത് ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് ബുക്സ് കൊണ്ടുവന്നിരുന്നു ആക്ച്വലി. കുറച്ച് മലയാളം ആൻഡ് ഫോറൻസിക് കൊണ്ടുവന്നുകൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് തീർക്കണം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പിന്നെ ഹാരി പോട്ടറിൻ്റെ സീരീസ്, ഇതൊക്കെ പണ്ട് ഇതുപോലെ ആരെങ്കിലുമൊക്കെ കസിൻസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഇന്ത്യൻസും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് ബുക്സൊക്കെ വാങ്ങിക്കണേ. അങ്ങനെ പിന്നെ കുറേ സോഫാസ്, കബോർഡ്സ്, അതിൻ്റെയൊക്കെ സ്ഥലമാണ്. പിന്നെ വന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ്. ഇത് ആക്ച്വലി ഞാനിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എൻ്റെ കേശുമ്മയും കേശൂട്ടിയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊരു അട്രാക്ഷൻ വരും. അപ്പോൾ ഇതൊക്കെ സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളുടെ പഴയ ഒരു പോക്കിമോൺ അതിൻ്റെയൊക്കെ ഓരോ ഔട്ട്ഫിറ്റുകൾ, നമ്മളുടെ കുറേ അധികം ഹാരി പോട്ടറിനകത്തുള്ള ഇതിൻ്റെത്, ബാറ്റ്മാൻ, അവരുടെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് സിൻഡ്രല്ലയുടെ ഒരു വയലറ്റ് ഫ്രോക്ക് കണ്ടു. കറക്റ്റ് നമ്മൾ സിൻഡ്രല്ലയുടെയൊക്കെ കാണുന്ന ആ ഒരു കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലത്തതാണ്. പിന്നെ ഞാൻ വേറൊരെണ്ണം വെറൈറ്റി ആയിട്ട് കണ്ടത് ഒരു യൂണിക്കോണിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ, ചിറകൊക്കെ ഉള്ളത്. ഇത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇത് കൊള്ളാലോ, ഇത് വാങ്ങിച്ചിട്ട് പോകണം. തിരിച്ചു പോകുമ്പം ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് പിള്ളേർക്ക് വാങ്ങിച്ചിട്ട് പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കുറേയധികം സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാക്കറ്റ്സൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഈ സെയിം ജാക്കറ്റ് വാങ്ങിക്കാനൊന്നും ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട സൈസ് കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടാണ് വേറൊരു ജാക്കറ്റ് വാങ്ങിച്ചത്. ആക്ച്വലി നല്ല ഫ്രോക്സൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്രോക്ക്. ഇതേ സിമിലർ ഫ്രോക്ക് എനിക്കും കേശൂട്ടിക്കും കൂടി ഒരെണ്ണം ഉണ്ട് പിന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയയൊക്കെ കണ്ടു. അതിനുശേഷം ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു ലോകമുണ്ട്. അങ്ങോട്ടേക്ക് ആദ്യം വരാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ വേറൊരു കോസ്കോയിൽ പോയപ്പോൾ നമ്മൾ ആദ്യം എസെൻഷ്യലായിട്ട് വാങ്ങിക്കാൻ നേരത്ത് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഐ തിങ്ക് ഞങ്ങളന്ന് ഓണം സെലിബ്രേഷന് പോയ സമയത്തായിരുന്നു. ചേട്ടൻ്റെ കൂടെ വന്ന് നമ്മൾ വാങ്ങിച്ചിരുന്നു. ഇത് ആക്ച്വലി ബാത്റൂമിലേക്കുള്ളതും പൈപ്പ്സ്, ജെറ്റ്സ്, നമുക്കറിയാലോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ എല്ലാവരും ടവൽസും നമ്മുടെ ടോയ്ലറ്റ് പേപ്പേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജെറ്റൊന്നും ബാത്റൂമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോയ്ലറ്റിലൊക്കെ നമുക്ക് വേറെ വെക്കണം. അപ്പം അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വീണ്ടും ഒബ്സസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു ടെക്സ്ചർ ഫറുള്ള സാധനമാണ്. ഇതിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ കുഷൻസൊക്കെ ഭയങ്കര സൂപ്പറാണ്, സൂപ്പർ സോഫ്റ്റ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. ഇത് ഞാൻ ഭയങ്കര ഒബ്സസ്ഡാണ്. ഇതിങ്ങനെ നീളത്തിൽ നമുക്കിങ്ങനെ ഒരാളുടെ വലിപ്പത്തിലുണ്ട്. ഇത് നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. അപ്പം അത് സ്വപ്നം കാണണ്ട, കിട്ടൂല എന്ന് ഉറപ്പാണ്. ബിക്കോസ് ഇത് നമുക്ക് തിരിച്ച് നാട്ടിൽ കൊണ്ടുപോയി നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സോടെ അതവിടെ വെച്ചു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത് ഈ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ തോന്നി. പിന്നെ ഇവിടെ ഫുള്ള് കിച്ചൺ ഐറ്റംസും പ്ലേറ്റ്സും സംഭവങ്ങളും ഒക്കെയാണ്. അതും എല്ലാം വെറൈറ്റി ആണ്. ഓരോ സാധനങ്ങളും നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ല. ഇവിടെ എല്ലാത്തിനും ഈ ബ്രഷ് പോലെ തന്നെ ഈസിയാണ്. നമ്മൾ കൈയിട്ട് ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ബാറ്ററി ഇതിലോടുന്ന ബ്രഷുകൾ, അങ്ങനെ എല്ലാം ഇവിടെ സോ മച്ച് ഈസി ആണ്. കൂടുതൽ മാൻ പവർ എന്നൊരു ഇതില്ല.
അത്രയും ടൈം കൂടി നമുക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു മൈൻഡാണ് ഈ ഒരു രാജ്യക്കാർക്ക് കേട്ടോ. പിന്നെ ഡൈസൻ്റെ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെയും നമ്മളിങ്ങനെ പോകുമ്പം വേറെ ഏതാണ്ട് എന്താ ഡിനോസേഴ്സിൻ്റെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു വെറൈറ്റി സ്ഥലം, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ബാബീസ്, നമ്മളുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. കാറുകൾ, ഡിനോസേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് തന്നെ പേടിയാണ്. അങ്ങനെ കുറേ ഐറ്റംസ് വന്നു. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് മിസ്റ്റർ കരൻ്റെ വിളി വന്നു. സോ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാറായി. അപ്പം മിസ്റ്റർ കരേട്ടനൊരു പ്ലാൻ വന്നു, ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ബിക്കോസ് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല, ഇവിടെ സൂപ്പർ എന്താ പറയുക ലാഭമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാം ഫുഡെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ബില്ല് കൊടുത്താൽ മതി. ലൈക്ക് ഓർഡർ നമ്പർ വിളിക്കും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇത് സ്വേളാണ്. മിസ്റ്റർ കരേട്ട് ഒരു സ്വേളും ഒരു ആക്ച്വലി റോളും പറഞ്ഞു. ഞാനൊരു കോഫി ലാറ്റയും പിന്നെ ടർക്കിയുടെ ഒരു ബർഗറും ആണ് ഉണ്ടായിരുന്നത്. ബർഗറല്ല, ഐ തിങ്ക് സാൻഡ്വിച്ച്. അങ്ങനെ അതും കുടിച്ചു. അങ്ങനെ കോസ്കോയിൽ നിന്നൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ പോലെ ഇറങ്ങിയിട്ടാ മിസ്റ്റർ കരേട്ടൻ്റെ പാട്ടും കൂടി കേൾക്കാം. അയ്യോ ഗൈസ് ബൈ.